Who ordered Japan cutlet here, students? Nobody ordered? Silence, please. It's correct, father. But my boss Charles Onassis Jr. എന്നോട് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് പ്ലീസ് എന്നല്ല, സെർവ് പ്ലീസ് എന്നാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക, ആരെന്ത് തന്നാലും മേടിക്കുക. What do you want, father? ഉഗാണ്ടൻ ബോണ്ട, ഉട്ടോപ്യൻ ഉഴുന്നുവട, കാനഡ കട്ട്ലറ്റ്, ഒരു ചൈനീസ് ചമ്മന്തി? Stupid. അത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തരാം, ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദേഴ്സ്, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ലവേഴ്സ്. ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് എനിക്കറിയാം. ഷൂ പറയാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടത്. ആദ്യം മാന്യമായി സെർവ് ചെയ്യാൻ പഠിക്കണം. Keep it here. ഇതൊരു 5-star കോളേജാക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. പഠിത്ത കാര്യത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇതുപോലൊരു അടിയുടെ ശബ്ദം നേരത്തെ ഞാൻ കേട്ടിരുന്നു. ഫാദറിന്റെ കൈകൊണ്ട് കിട്ടുന്ന അടി അതൊരു മഹാഭാഗ്യമാണ്. എനിക്കത് കിട്ടിയില്ലെന്നോർത്ത് ഞാൻ ഖേദിക്കുന്നു. ഇവിടെ വാ പൊളിച്ചെന്ന് കണ്ട അടുക്കളയിൽ ചെന്ന് ബേസിലെല്ലാം തൂത്തെടുത്ത് ഫാദർ ഗബ്രിയലിന് ചിക്കൻ ഗുലാബി ഉണ്ടാക്കി കൊടുക്കണം. ചില്ലി കുറച്ച് വരെ ഫാദർ, ചില്ലി കുറച്ച്. ദാ ഇരിക്കുന്ന കുട്ടി ജപ്പാൻ കട്ട്ലേറ്റിന് ഓർഡർ ചെയ്തിരുന്നു. കർത്താവിന്റെ ദാസനായ ഞങ്ങളുടെ മനസ്സ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സെർവ് ചെയ്യാമായിരുന്നു. ഞാനിതൊക്കെ സെർവ് ചെയ്തോട്ടെ ഫാദർ ഗബ്രിയേൽ അച്ചോ. എന്റെ ഹൃദയശ്വരിക്ക് വേണ്ടി ഈ ഉള്ളവന്റെ ലോല ഹൃദയം മൈദമാവിൽ മുക്കി പൊരിച്ചെടുത്ത കട്ട്ലേറ്റാ ഈ അനുരാഗ കട്ട്ലേറ്റ്. തീവ്രമായ എന്റെ പ്രേമത്തെ തിരസ്കരിക്കരുത്, എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത്. ഞാൻ കാട്ടുമാക്കാൻ നോക്കുന്നത്, ഞാൻ പോവാ. ഇതിനകത്തിരുന്ന് ഫാദർ വല്ലാണ്ട് കറുത്തു. വാട്ട്സ് ദി പ്രോബ്ലം? അതെ, താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. നീ പോടാ അവിടെ. ചരട് വരിയിൽ ഞാൻ പണ്ടേ ഒരു ചാണക്യനാണ്. ഓഹോ, കൃത്യസമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി. അയ്യോ, ഇതെന്തോന്ന് ചെടി? ചൊറിയണം മാന്തിക്കോ. മനഃപൂർവ്വം ചെയ്തതാ. വെറുതെ ഡൗട്ടാണത്. എന്റെ മോൾക്കൊന്നും പറ്റില്ല. പിടിക്കാൻ പറഞ്ഞത് ഒരാൾ ആപത്തിപ്പെടുമ്പോ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും പറയണോ? എന്റെ ഹലോ, ഒരാളല്ലല്ലോ, ഒത്തിരി പേര് വീണില്ലേ? അവരാരും എന്താ രക്ഷപ്പെടുത്താത്തെന്താ? എല്ലാവരും കൂടി ഒരുമിച്ച് താങ്ങില്ല അനിയ. മാത്രമല്ല, അന്ന എന്റെ പെണ്ണാണ്. എനിക്ക് അന്നയും അന്നയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. 1000 അരയണങ്ങളുടെ കൂട്ടത്തിൽ അന്ന നിന്നാലും എന്റെ അന്നയെ ഞാൻ തിരിച്ചറിയും. അവളെ ഞാൻ രക്ഷിക്കും, അവളെ ഞാൻ സ്വന്തമാക്കും. വീട് ഫോർ ഈച്ച് അതർ അല്ല അന്ന? അയ്യോ, പ്രീതമിനെ താനെന്ന് വിളിക്കുന്നത് എന്തിനാ അന്ന? ഉള്ളിൽ സ്നേഹം വെച്ചോണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ദേ നോക്കിയേ, ഞങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരാൻ പോകുന്നവരാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിങ്ങൾ കാണുന്നില്ല ഇയാള് കാണിക്കുന്ന കോപ്രായം? നോക്കി നിൽക്കും ആമ്പിളാരെന്ന് പറഞ്ഞ. ഇതാണ് അസൂയ. ഈ സുന്ദരിക്ക് ഈ സുന്ദരനെ പ്രേമിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നോ ചാൻസ്. ഈ ചാൾസ് അന്നയ്ക്ക് മാത്രമുള്ളതാണ്. ഫോട്ടോ എടുത്തോളൂ. ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുക്കാൻ വന്ന അത്രയ്ക്ക് ഷൈൻ ചെയ്യണ്ട. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് അനിയൻ പോരാ. അവരോട് പറയാൻ നമ്മൾ ഒന്നാണെന്ന്. അന്ന പറയൂ, അന്നയ്ക്ക് ഇവനോട് സ്നേഹമുണ്ടോ? തുറന്ന് പറയൂ അന്ന. അടിക്കില്ല. അന്നയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ചാൾസ് ജീവൻ പോലും കളയാൻ തയ്യാറാണ്. മഹാത്മാഗാന്ധിയാ? അല്ലടാ, പ്രേമകാന്തി. അന്നയുടെ പ്രേമം കിട്ടാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രേമകാന്തി. പക്ഷെ അന്ന ഐ ലവ് യു ചാൾസ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിന്റെ ഒന്ന് പൊടി പോലെ ശോഭരാജ്, ഈ പ്രണയ സംഘടനത്തിൽ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്കൊരു പ്രണയ കുടീരം പണിയണം. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിത പോലെ ഈ ചാൾസിന് വേണ്ടി നീ ഒരു അന്നാമഹൽ പണിയണം. ചാൾസ്, ഇവരെന്നെ പൊക്കി ഓടി വേണ. ഇവരെ ഞാൻ സ്പ്രേ ആക്കും, പൊടി പോലും കാണില്ല. കണ്ടുപിടിക്കാൻ വാട്ടുപൊട്ടി. ഇവിടെ ഉണ്ടാവും. ഇതയാളുടെ മുറിയല്ല. മാറിയോ? അതോ ഇരിക്കുന്നത്. നിലാവൂല. കൊള്ളാം, നല്ല പുള്ളിയാ. ആരും കാണാതെ ഹോട്ടലിന്റെ പുറവശത്തിരുന്ന്
സ്കോച്ച് അടിക്കുകയാണല്ലേ ചള്ള വേറെ. ഈ ഒടിഞ്ഞ നടുവായിട്ട് ഞങ്ങൾ ഹോട്ടൽ മുഴുവൻ തേടി അലഞ്ഞു. ആരാ? അയ്യോ, ചാൾസ് ശോഭരാജ്. അതാരാ? അയ്യോ, മറന്നുപോയി. കോൺട്രാക്ടേഴ്സ്. സാറിന്റെ മോളെ പ്രേമിക്കാൻ വേണ്ടി കോൺട്രാക്ട് എടുത്തില്ലേ ചാൾസ്? അയാളുടെ സ്റ്റെപ്പിനി ശോഭരാജ്. ഇപ്പൊ പഞ്ചറ. സോറി ഫോർ ബോയ്സ്. സോറി പറയരുത്. എന്തോരു മാല. ദുബായ് നോയ്. സ്മോൾ അടിക്കുമ്പോൾ എല്ലാം ഞാൻ മറക്കും. അതിന്റെ ഒരു വീക്ക്നെസ്. മരുമോന്റെ അഭിനയം എങ്ങനെയുണ്ട്? പുരോഗമനമുണ്ടോ? പറഞ്ഞു കൊടുക്ക്. അതിന്റെ പുരോഗമനമാണ് ഈ കാണുന്നത്. ഈ മോഡൽ ഷർട്ട് കിട്ടി. മോഡൽ ഷർട്ടല്ല, രണ്ടുപേരും അനുരാഗ രക്തസാക്ഷികളാകേണ്ടതല്ല. നീ പറയാനാ പിടിച്ചത്. കഷ്ടിച്ച് രക്ഷപ്പെട്ട്. കൺട്രി ബോയ്സ് ആകെ അവശരാണല്ലേ. ഈ വേദനിക്കുന്ന കോടീശ്വരൻ എന്ത് ചെയ്യണം? സ്കാനിങ്ങിനും എക്സ്റേ ഒക്കെ കൂടി 10-15 കണക്കിന് രൂപ ചെലവാവും. അടിയിൽ എന്റെ ഒരു കിഡ്നി തെറിച്ചുപോയി. തപ്പിട്ട് കിട്ടിയില്ല. അയ്യോ, അതിനെന്താവും? തരുന്ന കാശിനനുസരിച്ചുള്ള കിഡ്നി മേടിക്കാം. എന്റെയും ഒരു കിഡ്നി പോയോന്ന് അത് സംശയം. തപ്പിയാ കിട്ടും. ഇല്ല. ഏതായാലും ഒരു 3-4 മേടിച്ചു വെച്ചോ, ആവശ്യം വരും. മരുമോനെ, നീ എന്റെ മോളെ കന്യാസ്ത്രീ പട്ടത്തിൽ നിന്ന് കല്യാണ പട്ടത്തിലേക്ക് ചാടിക്കണം. പിന്നെ കാശത്ര വേണമെങ്കിലും പൗലോസ് അച്ചായൻ തരും. കൊടുക്കരുത്. യൗമാരെ കൊണ്ടൊരു പുല്ല് നടക്കത്തില്ല. വയ്ക്കടാ കാശോടെ. നിങ്ങളെ രണ്ടിനും ഞാൻ ഇന്ന് ശരിയാക്കും. മരണം മുന്നിൽ കണ്ട് കാമദേവന്റെ യുദ്ധക്കളത്തിൽ നിന്നും വാണമിട്ട പോലെ ഓടി വന്ന യോദ്ധാക്കളാണ് ഞങ്ങൾ. കളിക്കരുത്. തല്ലുകൊണ്ട് അവശരായി വന്നിരിക്കുന്നവരല്ലേ ഹെൻറിക്കുട്ടി, കൊണ്ടുപോട്ടെ. പൗലോച്ചേ, യൗമാരെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കും. അനാവശ്യം പറയരുത്. എന്റെ മോക്ക് കൊച്ചന്റെ CID മോനെ. ഇയാള് ഫിറ്റ. ഇന്ന് രാവിലെ അടിയുണ്ടാക്കിയതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? അതിന്റെ ഫലമായി ഈ കാണുന്നത്. കണ്ടോ ഈ പരിവം? കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് തനിക്കറിയില്ല. രാവിലെ തല്ലുണ്ടാക്കിയ ഡ്രസ്സ് പോലും മാറ്റാതെ യൗമാര് മുടന്ന് പൗലോച്ചായനെ പറ്റിക്കുക. യൗമാരുടെ അടികാരന് മഠത്തിലെ പെമ്പിള്ളാരുടെ പഠിത്തം പോലും നിർത്തി. ഇനി അന്നെ ഒന്ന് കാണാൻ പോലും പറ്റൂല. കർത്താവ്, മാനവും പോയി പണവും പോയാ. ഇല്ല, അച്ഛന്റെ കാശുള്ള പ്രശ്നമേ ഇല്ല. ഈ അനുരാഗ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചാൾസ് എന്ന ഈ അർജുനൻ ഈ ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിൽ വിജയിച്ചിരിക്കും. വിടതരൂ പിതാമഹ. ആയുഷ്മാൻ ഭവ. പേര് തെളിക്കൂ കൃഷ്ണ. സംഭവാമി യുഗേ യുഗേ. ഇയാളുടെ കാര്യം പോക്കാ. ഇതെന്താ ഊട്ടിക്കുന്നില്ലേ? വെൽ ഡൺ മൈ പുവർ ബോയ്സ്. വംശനാശം വന്ന എന്റെ കുടുംബത്തെ രക്ഷിച്ചതിന് ഞാൻ എങ്ങനെ നന്ദി പറയണം? നന്ദി പറയായിട്ട് വേണ്ട, പണമായിട്ട് മതി. ഹലോ, പണമൊക്കെ അന്യെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഹെൻറി എന്ന കൺട്രി ഇനി മിണ്ടാൻ പാടില്ല. അച്ചായൻ തെണ്ടും. ഞാൻ എന്റെ പാട്ടിന് പോകും. എന്റെ അന്നമോളെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിലും ജനിപ്പിച്ചത് നീയാ. അപ്പൊ ഞാൻ ഇനി തന്തയായിട്ട് അഭിനയിക്കണം. അതല്ല, പുനർജനിപ്പിച്ച കാര്യം പറഞ്ഞത്. പൗലോച്ചാൻ നല്ല ഫിറ്റ. മുള്ളിട്ട് മുറി പോയി കിടന്നുറങ്ങും. യവന്മാരോട് ബിസിനസ് ഞാൻ സംസാരിക്കും. You shut up. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണെന്ന്. അതുണ്ടാക്കി തന്ന ഇവരോട് സംസാരിച്ച് എനിക്ക് മരിക്കണം. അത് ഉണ്ടാക്കി തന്നത് ഞാനാ. ഈ പരട്ടകളെ പരിചയപ്പെടുത്തിയത് അഡ്വാൻസ് കൊടുപ്പിച്ചത് ഞാനാ. എന്നാ പിന്നെ തനിക്ക് പോയി പ്രേമിച്ച് വളയ്ക്കാൻ മേലായിരുന്നോ? അതിന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ പുരുഷരത്നം. മണിരത്നത്തിന്റെ അനിയനാ. ഇതുപോലെ തരംതാണ് ചെറ്റത്തരത്തിന് എന്നെ കിട്ടൂല. എഴുന്നേക്കടാ, എഴുന്നേക്കടാ. എന്റെ മോളെ പ്രേമിക്കുന്നത് ചെറ്റത്തരമാണോടാ? അയ്യോ, അതിനുള്ള യോഗ്യത ഈ ചെറ്റക്കില്ലെന്നാ പറഞ്ഞു. എന്നാ കേറ്റ്. അപ്പൊ ചാൾസ് മോനെ, എന്താ മോനെ? നീ എന്റെ മോളെ എപ്പോ കൊണ്ടുവരും? നാളെ രാവിലെ ഇതേ ഹോട്ടലില് റൂം നമ്പർ 118 ഞാൻ ബുക്ക് ചെയ്തിട്ട്. പെണ്ണില്ലേ അന്ന, അത് കള്ളു പൗലോസിന്റെ മോളല്ലെന്ന്. ആ പൗലോസും ഹെൻറിയും കൂടി എന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് പിടിച്ച് ഇടിച്ചു. ഭാഗ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടതാ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തന്റെ മറ്റടുത്ത ചിരി കാണുമ്പോ എന്റെ നെഞ്ചുരുക്കുക. ആഹാ, അപ്പൊ താനെല്ലാം അറിഞ്ഞിരിക്കാണല്ലേ. ഇനിയിപ്പൊ എന്താകും എന്റെ കർത്താവേ? ഇതെങ്ങനെ സംഭവിച്ചു? ഹായ്. തന്നെന്താ പൊട്ടം കടിച്ചോ? കടിച്ചില്ല, കടിക്കാൻ വരുന്നു. ആര്? മഹാലിംഗം. ഞെട്ടി, നമുക്ക് വിളിക്കാം. ബാബാ, എനിക്കവിടെ ഏത് വേണ്ട സാർ. തുള്ളിക്കുള്ളിലാണോടോ പുള്ളിയെ നോക്കുന്നത്? പുള്ളി പോയാൽ ചുള്ളിലും തപ്പണമെന്ന് ചുള്ളി.
എന്ത് പറ്റി സാർ? സാർ 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 മഹാലിംഗം സാർ. അന്നെ അല്ലടോ അവന്മാരാ. അവന്മാർ ഇവിടെ എവിടെയോ ഉണ്ട്. ചുള്ളി കമ്പ് എവിടേക്കോ കുത്തി കയറി. ഇനി കേറാനിരിക്കുന്നതേ ഉള്ളൂ. തന്നെ തന്നെ കയറ്റിയാ മതി. അതിനർത്ഥം എന്നെ പോലീസ് പിടിച്ചോട്ടെ. അതെ, അത് ശരി. അപ്പൊ ജയിലിൽ കിടന്നോട്ടെ. അതെ. ഒഴിയാണല്ലേ? ഒഴിയാണ്. കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമാണെന്ന് അന്നയ്ക്കിപ്പോ മനസ്സിലായല്ലോ. അന്ന തൽക്കാലം മഠത്തിലേക്ക് തിരിച്ചു തന്ന അന്തരീക്ഷമാകെ ശാന്തമാവും. ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇല്ല, എന്റെ ചാൾസിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. പോയില്ലേ നമ്മൾ 3 പേര് അകത്താവും. അറിയോ? പോലീസിനോട് കാര്യം പറയണം. എന്ത് കാര്യം? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന് അവരറിയട്ടെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുളമായി. കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ എനിക്ക് ഇത്തിരി കുറച്ച് സമയം വേണം. കുറച്ച് ടൈം. ഇല്ല, ഒരു സമയം തരില്ല. ഇന്ന് തന്നെ കല്യാണം നടത്തണം. പിന്നെ ആരും പേടിക്കണ്ടല്ലോ. സെന്റിമെന്റ്സ് കാണിക്കേ. അല്ലേലും എനിക്കറിയാം എന്നോട് അന്നയ്ക്കുള്ള സ്നേഹം ആത്മാർത്ഥമല്ലെന്ന്. പെണ്ണുങ്ങൾ എല്ലാവരും ഇങ്ങനെ സ്വാർത്ഥരാ. ഇന്നിപ്പോ എന്റെ നമ്പരം ആർക്കും മനസ്സിലാവില്ല. എന്റെ അച്ഛന്റെ അറ്റാക്ക്. വേണ്ട ശോഭരാജ്, അന്നയ്ക്ക് എന്നോടില്ലാത്ത സ്നേഹം നിനക്കെതിരാണ്. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി കളയൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? ഒരേ ഒരു ദിവസം നീ ഞാൻ മടത്തിച്ച് നിന്നാ മതി. അപ്പോഴേക്കും ഞാൻ വെഡിങ് ആനിവേഴ്സറി വെഡിങ് എല്ലാം അറേഞ്ച് ചെയ്ത് വരാം. അതെ, ഈ പറഞ്ഞത് ഒരു ഐഡിയ ആണെന്ന് എനിക്കും തോന്നുന്നു. അന്നെ അത് താനൊരു കാര്യം ചെയ്യും. മുത്തുവിന്റെ കാർ എടുത്തിട്ട് വരും. അല്ല, ചാൾസിന്റെ ഫോർഡ് എസ്കോട്ട് എവിടെ? അത് ഫോർഡ് എസ്കോട്ട് അടക്കം മറ്റു 5 കാറുകൾ നമ്മുടെ വർക്ക്ഷോപ്പിലല്ലടോ. ഇതെന്റെ ഡ്രൈവർ മുത്തുവിന്റെ കാറാ. എന്റെ ഡ്രൈവർക്ക് വരെ കാറാ. നിന്ന് തമാശ കളിക്കാൻ പോയി കാർ എടുത്തിട്ട് വാ. അന്ന വിട്ടുപിരിയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അവന്റെ വിചാരം ഞാൻ അവന്റെ ഡ്രൈവറാണെന്ന്. കൊള്ളാം. എന്തായി കാർ കിട്ടിയില്ലേ? പിയർ പൗലോസും ചട്ടിത്തൊപ്പി എൻട്രിയും വരുന്നു. ഞാനിനി എന്ത് ചെയ്യും? പോയി തൂങ്ങിച്ചാവിടും. തൂങ്ങിച്ചാവാനോ? പാല് തുറക്കണ തുറക്കണ ഇവിടെ പാല് തുറക്കാൻ തുറക്കണ തുറക്കാൻ തുറക്കാൻ ഒരു വഴിയുണ്ട്. കർത്താവേ, ഈ കള്ളന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ. ഇതിന്റെ ശവദാനത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. പൗലോച്ച എന്ത് മണ്ടത്തരമായി പറയുന്നത്? IPC 302 വകുപ്പ് കൊലക്കുറ്റത്ത് നമ്മൾ 2 പേരും അകത്താവും. ഏതായാലും ചത്തവും ചത്തു. ഇനി പോലീസ് നായ ഇവിടെ വന്ന് പൗലോച്ചാന്റെ ഈ തുണിയും മണപ്പിച്ച് നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരും. അതോടെ നമ്മുടെ കാര്യവും പോക്കാം. കയ്യിൽ നിന്ന് പിടിപിടിച്ചാൽസേ. പിടിവിട്ട താൻ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഓടും. പോലീസ് പോലീസ് പിടികൊടുക്കരുത്. പിടികൊടുക്കരുത്. കൊടുക്കില്ല. நீங்க டான்ஸ் நடந்த இடத்துல இருந்து போலீஸை பார்த்து பயந்து ஓடி வருதானே? അത് ഞങ്ങളല്ല, അത് വേറെ ആരാണ്? മലയാളികളാണല്ലേ? അല്ല, പഞ്ചാബികളാ. അതല്ലേ മലയാളം പറഞ്ഞു. ആട്ടെ, കേരളത്തിൽ എവിടെ താമസം? കേരളത്തിൽ കൊടൈക്കനാലിൽ. അപ്പൊ നമ്മളെ സഹായിക്കാൻ ഇവർക്ക് കഴിഞ്ഞേക്കും അല്ലേ ബോസ്? പോലീസിനെ ഭയന്ന് ഓടിയ സ്ഥിതിക്ക് നിങ്ങൾ സാധാരണക്കാരല്ല. അപ്പോ പോലീസിനെ കണ്ടു ഓടുന്നവരൊക്കെ വലിയ പണക്കാരാണോ? ചേടാ, എന്ത് പറഞ്ഞാലും ഉടക്കാണല്ലോ. ഞങ്ങൾ ഉടക്കും. അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതല്ല പറഞ്ഞത്. നിങ്ങൾ ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പോക്കുള്ള അണ്ണന്മാരാണെന്ന് നിങ്ങളുടെ ഓട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. അല്ലെങ്കിൽ ഊട് വഴിയോട് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തില്ലല്ലോ. ഞങ്ങൾ ഒരു ഉഗ്രൻ ബിസിനസിന്റെ കാര്യത്തിനായി നാട്ടിൽ നിന്ന് വന്നവരാ. എന്ത് ബിസിനസ്? കോൺട്രാക്ട്. വെടിവെപ്പ് കോൺട്രാക്ടാ? അല്ല, തോക്കും തോളി വെച്ച് വടി പോലെ നിൽക്കുന്നുണ്ട് ചോദിച്ചാ. അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം. ഞങ്ങളൊന്ന് അടുത്ത ജംഗ്ഷൻ വരെ വിടുവോ? കേറിക്കോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല പണക്കാരെ വീട്ടിൽ കൊണ്ടാക്കണേ. ബാക്കി ജോലി ഞങ്ങളേറ്റ്. അതെ, ആ പെണ്ണിന്റെ പെണ്ണിന്റെ നീ ഇതിനകത്ത് ഞങ്ങൾ നെറുകേടന്മാർ. അപ്പൊ മാന്യന്മാരാണല്ലേ? നിങ്ങളെ പോലെ പോലീസിനെ കണ്ടാൽ പേടിച്ചോടുന്ന മാന്യന്മാരല്ല ഞങ്ങൾ. ഒന്ന് പറഞ്ഞ് 2 വെടിവെക്കും. കൊലപാതകവും കൊള്ളയും കോൺട്രാക്ട് എടുക്കുന്ന ഞങ്ങൾക്ക് അതിനെ കഴിയും. അയ്യോ, പേടിപ്പിക്കല്ലേ. നിങ്ങളെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി ഞങ്ങൾ കാണാം. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലമായി ഞങ്ങൾ തരും. കാര്യം എന്താണെന്ന് വെച്ചാ പറ.
ഇവിടെ സെന്റ് തെരാസാസ് കോൺവെന്റിൽ നിന്നും അന്ന എന്നൊരു പെണ്ണ് ഒരുത്തന്റെ കൂടെ ചാടിപ്പോയിട്ടുണ്ട്. അവന്റെ പേര് ചാൾസ് എന്നാണ്. ഒരു ഇന്റർനാഷണൽ ഇഡിയറ്റ് ആണവൻ എന്നാണ് കേട്ടത്. അത് സംശയമില്ലാത്ത കാര്യം. എന്താ? അല്ല, ഇവര് പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തെ പറ്റി സംശയിക്കേ വേണ്ടെന്ന് പറയായിരുന്നു. അന്നയെ ജീവനോടെയോ ശവമായിട്ടോ പിടികൂടാൻ നിങ്ങൾ സഹായിക്കണം. അവൾ ദൂരെയെങ്ങും പോയിട്ടില്ല, ഈ പരിസരത്ത് എന്നെ ചുറ്റിത്തിരിയുന്നുണ്ട്. മഠത്തിന്റെ മുന്നിൽ നിന്ന് ഓടിയത് അവള് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടി വന്നാൽ ആ ചാൾസ് എന്ന് പറയുന്നവനെയും തട്ടണം. വേണ്ടി വന്നാലല്ല, അവനെ തട്ടിയേ പറ്റൂ. നിൽക്ക കളിയില്ലാതെ വന്നാൽ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. മുടിമറ്റത്തിൽ അന്ന, ജനനം 6/7/1978, മരണം കുത്തു കുത്തു കുത്തു. ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ? ഇത് അവളുടെ കല്ലറ വെക്കാനുള്ളതാ. മരണത്തീയതി 2-3 ദിവസത്തിനകം ഞങ്ങൾ എഴുതും. ഭയങ്കര പ്ലാനിംഗ് ഉള്ള വില്ലന്മാര് തന്നെ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടിയെറിയുന്ന മിടുക്കന്മാർ. കൂടുതൽ പരിചയപ്പെടുമ്പോ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. ആട്ടെ, ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ? സഹായിക്കാൻ പറ്റും. ചാൾസിന് വേണേ ഈ നിമിഷം തപ്പിത്തരാം. ഇങ്ങനെ അല്ല, നമ്മളൊന്ന് ആഞ്ഞിറങ്ങിയാൽ എന്ത് നിമിഷം കൊണ്ട് നടക്കുമെന്ന് പറയായിരുന്നു. അതെ അതെ, ഞങ്ങളൊന്ന് ആഞ്ഞിറങ്ങിയാ എന്തും നടക്കും. എങ്കിലിറങ്ങണം. അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. അത് രാവിലെ 8 മണി വരെ ഞങ്ങൾക്ക് അർജന്റായിട്ട് കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് അന്നയും ഈ ചാൾസ് എന്ന് പറയുന്ന റാസ്കലിനെ ഞങ്ങൾ പിടിച്ച് കൈ തരും. അല്ല, ഈ അന്നയും ചാൾസിനെയും പിടിച്ചു തന്ന നിങ്ങൾ എന്ത് പ്രതിഫലം തരും? ഒരു 2 ലക്ഷം. പോരാ? 3. ഓക്കെ. ഇത് അഡ്വാൻസ്. ബാക്കി കാര്യം കഴിഞ്ഞു. ഓക്കെ. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ചാക്കോ. ശുംബൻ. മിസ്റ്റർ ശുംബൻ ചാക്കോ. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. ഞങ്ങൾ ഹോട്ടൽ സാലിഹ ഇന്റർനാഷണൽ ആണ് താമസം. കാലത്ത് കാണാം. ഞാൻ ഇവിടെ ഇറങ്ങാണ്. ഞാനും. പാപ്പി, വണ്ടി നിർത്ത്. താൻ അഡ്വാൻസ് വാങ്ങിച്ചത് എന്നെ ഒറ്റ കൊടുക്കാനാണല്ലേ? നീ എന്നെ തെറ്റിദ്ധരിച്ചത് എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും? അതെ, ഒരു കാര്യം മറന്നു. ആ ചാൾസിലൂടെ ശോഭരാജ് പറഞ്ഞ തെണ്ടിയുണ്ട്, അവനും കൂടെ തപ്പിയേക്കണേ. എന്റെ ഹലോ ഹലോ, സെന്റ് തെരേസാസ് കോൺവെന്റ് അല്ലേ? അതെ. അതെ, കഴിഞ്ഞ ദിവസം അവിടുന്ന് ഒളിച്ചോടി പോയ അന്നാന്ന് പറഞ്ഞ പെൺകുട്ടി തിരിച്ചു വന്നോ? ഇല്ലല്ലോ, നിങ്ങളാരാ? ഞാൻ കുട്ടിയുടെ കൂടെ ഒളിച്ചോടി പോയ ആളാ. അല്ല, ഒളിച്ചോടി പോണെന്ന് ആഗ്രഹിച്ച ഒരു കാതലൻ. കാതലനോ? നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലടാ. അമ്മയ്ക്ക് അച്ഛനുണ്ട്, പെങ്ങൾക്ക് അളിയനുണ്ട്, എനിക്ക് ആരുമില്ല. എടാ കാലമാടാ, എന്നാ നിനക്ക് പോലീസ് ഉണ്ടടാ പന്ന. ശരി, വിശേഷങ്ങൾ അറിയിക്കണേ. നിന്റെ മുഖം എന്താ മരോട്ടിക്കകത്ത് MLA പോലിരിക്കുന്നത്? മദർ എന്നെ കുറെ ഉപദേശിച്ചു. ആരുപദേശിച്ചാലും വേണ്ടില്ല, പെണ്ണ് മഠത്തിലെത്തിയല്ലോ. എത്തി, പക്ഷെ മടത്തിലല്ല. നീ എന്തായി പറയുന്നേ? ഇനി നമ്മൾ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിയില്ല, ആകെ പ്രശ്നമാണ്. അളിയന്മാർ ഇവിടെ നിൽക്കുക. ആണുങ്ങളായ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇന്ന് രാവിലെ എത്തിക്കൊള്ളാമെന്നല്ല ഇന്നലെ ശുംബൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുക. ഞങ്ങൾ രാവിലെ ആ ചാൾസിന്റെയും ശോഭരാജിന്റെയും വീട് തപ്പി ഇറങ്ങിയതാ. നിങ്ങളും കൂടെ വന്നാ എളുപ്പമായിരുന്നു. ഉച്ച വരെ ഞങ്ങളെ പ്രതീക്ഷിക്കരുത്. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഗുണ്ടകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഗുണ്ടകൾ കൊടുക്കാൻ അഡ്വാൻസ്? അതിനെന്താ? അതൊന്നും വേണ്ട, അളിയന്മാരെ ഞങ്ങൾക്ക് വിശ്വാസം. തനിക്ക് പൈസക്ക് എത്ര ടൈറ്റ് ആണെങ്കിൽ താൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് 27 രൂപ എഴുതിയെടുത്തോ. ഹെൻറി നിൽക്കുന്നു. നമ്മുടെ പുക കാണാൻ നടക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്, പോവാം. പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും പുകയും. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഞങ്ങൾ വിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. എക്സസൈസ് ബോഡി ബിൽഡിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതെന്റെ മോളല്ലേ? ആണോ? എന്റെ കർത്താവേ, എന്റെ മോള് പോയി, എന്റെ കാശ് പോയി, അവള് കന്യാസ്ത്രീയായി. എനിക്ക് അവന്മാരെ ഡെഡ് ബോഡി വേണം. പോയി പിടിച്ചിട്ട് വേണം സ്വീകരിച്ചേണ്ടി. അവന്മാരെവിടെ പോയി? ആര്? ഇവിടെ നിന്നവന്മാര്. അവര് നടക്കാൻ പോയി. പോയി പിടിച്ചിട്ട് വേണേ. നിന്റെ അമ്പായിയപ്പനെ. താനായിരുന്നു, പേടിച്ചു പോയില്ലോടൂ. ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. സൂസൈഡ് പോയിന്റിൽ നിന്ന് ഒരു ശവം പോലീസ് പൊക്കിയെടുത്തു. എടുക്കട്ടെ, അതല്ലേ പോലീസിന്റെ പണി. പീസായ ഒരു പെണ്ണിന്റെ ശവമാണത്. വളരെ ഉയരത്തിൽ നിന്ന് ചാടിയതല്ലേ, പീസ് ആയിപ്പോ. അതിന് ഞങ്ങൾ എന്ത് വേണോ? ഇനിയാ നിങ്ങളെ വേണ്ടത്. നിങ്ങൾ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്ന ഒരു പെണ്ണില്ലേ, അന്ന, അവളാ അത്. അത് ശരി. മിസ്റ്റർ, ഈശോയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല.
പ്രതികൾ നമ്മളാണ്. ഇനി ആലോചിക്കാൻ സമയമില്ല, മുങ്ങാം. അതിനിടയ്ക്ക് മുങ്ങിയോ? പാതിരാത്രി വരെ കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ ചിലപ്പോ വിലങ്ങുമായി മഹാലിംഗമൂർത്തി കാത്തിരിപ്പുണ്ടാവും. ഇന്ന് ഇയാളുടെ ശല്യം ഉണ്ടാവും തോന്നണില്ല. പോസ്റ്റ്മോർട്ടം ഡെഡ് ബോഡി കൈമാറ്റം ഒക്കെ ആയിട്ട് ഇന്നങ്ങോട്ട് പോകും. നാളെ വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് മുങ്ങണം. ഇനി ആജീവനാന്തകാലം മുങ്ങല് തന്നെയാണ് നമ്മുടെ വിധി. അന്നയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് കാണാൻ പോയായിരുന്നു. മോശമായിപ്പോയില്ലേ? ആ, മോശമായി പോയി. അങ്ങോട്ട് ചെല്ല്, എല്ലാവരും കൂടി നിന്നെ ഡെഡ് ബോഡി ആക്കും. ഒരു കണക്കിന് അന്നയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണല്ലേ ശോഭരാജ്? ചാൾസ്, നീ എങ്ങനെ പറയരുത്. ഒരു കണക്കിനല്ല, എല്ലാ കണക്കിലും നീ തന്നെയാണ് അവളെ കൊന്നത്. താൻ പിലാത്തോസിനെ പോലെ കൈ കഴുകല്ലോ. ഞാൻ കൈ മാത്രമല്ല മേലും കഴുകാൻ പോവാ. വിതച്ചവൻ കൊയ്യും, കൊന്നവൻ തൂങ്ങും. നീ ധൈര്യം കൈവിടിയരുത് കേട്ടോ. നീ എങ്ങനെ മിക്കവാറും കാണില്ല. നീ കൈവിട്, താക്കോലെടുക്കട്ടെ. ഓ, പണ്ടാരം തുറക്കുന്നില്ലല്ലോ. താൻ എന്തേ കിടന്ന് കാണിക്കണേ? സ്വന്തം പൂട്ട് പോലും തുറക്കാൻ അറിയാൻ പാടില്ലാത്ത താനൊക്കെ എന്ത് കള്ളനാടോ? വെറുതെ എന്നെ പിടിക്കരുത് പോലീസ്, എന്നൊന്നും ചെയ്യരുത്. ഞാനൊരു പാവ, എല്ലാത്തിനും കാരണക്കാരെ തെണ്ടിയാ. പട്ടി മഹാലിംഗ സാർ. ഞാൻ പ്രേതവും പിശാചും ഒന്നുമല്ല. നിങ്ങൾ എന്നെ പ്രേതമാക്കാതിരുന്നാ മതി. എന്താ ഇത്? ശരിയാ, പ്രേതമായിട്ടില്ല. കർത്താവേ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വല്ലാണ്ട് പേടിച്ചുപോയി. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്നെ മരത്തിൽ കൊണ്ട് വിടരുതെന്ന്. ഇനിയെങ്കിലും എന്നെ കൈവിടരുതേ ചാൾസ്. ഇനി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുതെന്ന് പറയൂ ശോഭരാജ്. ഏതായാലും കൊലക്കേസിൽ നിന്ന് ഒഴിവായി. ഇനി പോലീസിന് നെറികേടന്മാർക്കും പിടികൊടുക്കാതിരിക്കണം. അന്നയും കൂട്ടി നമുക്ക് മറ്റൊരു താവളത്തിലേക്ക് പോകാം. അതാണ് ബുദ്ധി, അതേ ഉള്ളു വഴിയും. അന്ന എനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? കാപ്പി കുടിക്ക, ചായ. ഇതേതാ ഈ വീട്? ഇത് പിന്നെ എന്റെ ഡാഡിയുടെ കൊച്ചച്ഛന്റെ അനിയന്റെ ഇളയച്ഛന്റെ അമ്മായച്ഛൻ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. നമ്മളിപ്പോ വനവാസത്തിലല്ലേ? വനവാസോ? അതെ, ശ്രീരാമനും സീതയും പോലെ. ഓ, അങ്ങനെ. എല്ലാ മതത്തിനെ കുറിച്ച് നല്ല വിവരമാണല്ലോ. പിന്നെ ശ്രീരാമനെയും സീതയും കുറിച്ച് ആർക്കാ അറിയാത്തത്? നമ്മളിപ്പോ അവരെ പോലെയല്ലേ? പക്ഷെ ലക്ഷ്മണന് പകരം നമ്മുടെ കൂടെ ഉള്ളത് ഹനുമാനാ. ഹനുമാൻ ഇഡലി വാങ്ങിക്കാൻ പോയിരിക്കുക. അളിയോ, നല്ല കക്ഷികളാ. നിങ്ങൾ ഇവിടെയാണോ താമസം? ഞങ്ങൾ ഇത് എവിടെയൊക്കെ തപ്പി. ഇന്നേതായാലും ഇവിടെ കേറിയിട്ട് പോവാ. വീടറിഞ്ഞിരിക്കാമല്ലോ. അതെ അതെ അതെ, രണ്ടാമത്തെ ദിവസമായി ഈ ചുറ്റിക്കളി. നിങ്ങളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ട് ചുമ്മാതല്ല, കിട്ടുന്നതിൽ നല്ലൊരു വീതം തരാമെന്ന് പറഞ്ഞിട്ടാ. എന്റെ ചുമ്പൻ ചേട്ടാ, ഈ മോഷണവും പിടിച്ചു പറയുമ്പോഴത്തെ തരികിട പണിക്ക് പോകാതെ ഞങ്ങളുടെ കൂടെ നിൽക്കേ, നല്ല കാശുണ്ടാക്കാം. അല്ല, ഞങ്ങള് തീരുമാനിച്ചിരിക്കുക. ഇന്ന് ഉച്ചവരെ സ്വപ്പം പണിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എത്തിക്കൊള്ളാം. അല്ല, വീട് ഇതല്ലല്ലോ, വഴി തെറ്റിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് കാണാം. ടാറ്റാ. അത് കള. ഞങ്ങൾ വീട്ടിൽ വന്ന ഒരു കപ്പ് കാപ്പി തരാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ നമ്പര്? അത്രയ്ക്ക് പിശുക്കന്മാരാ അവർക്ക് കേട്ടാ. അല്ല, ചാക്കോയെ കാണുന്നില്ലല്ലോ. അല്ല, അവന് കടുത്ത പനിയാ, 120 കിലോ ഡിഗ്രി. എത്ര ഡിഗ്രി പനിയാണെന്താ? മായാവിയാണോ അവനെ കാണാതിരിക്കാൻ പറ്റാ? അല്ല, നമുക്ക് നിർബന്ധമാണെങ്കിൽ അപ്പുറത്തേക്ക് സംസാരിക്കാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ചുംബൻ ചേട്ടാ, ചുംബത്തരം കാണിക്കല്ലേ. 120 ഡിഗ്രി പനി എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഇനി ചാക്കോ ചത്തു കാണും. പനി മിണ്ടാതെ കിടന്നോ, ഇല്ലെങ്കിൽ അവർ നിന്റെ തലയും കൊണ്ടുപോകും. ഞങ്ങളുടെ പ്രാർത്ഥിക്കാനൊന്നും നേരമില്ല. നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ആരാ? ഈ പനിയൊന്നും സാരില്ലളിയാ. നല്ല റമ്മിൽ കുരുമുളക് ഇട്ട് 2 എണ്ണം കടിച്ചാ മതി. എടാ അപ്പി, ജീപ്പി കുപ്പിയും എടുക്ക്. അതൊന്നും വേണ്ട, മദ്യം കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാ. ചുംബൻ എന്ത് പറയുന്നു? എന്നോട് കഴിച്ചോളാം ഡോക്ടർ പറഞ്ഞു. എന്റെ കാര്യല്ലടോ, താൻ കഴിക്കണോ? കൈ എന്ത് മേലുവേദനയുണ്ടോ? അല്ല, ഇക്ലിയാവും. അങ്ങനെ
അയ്യോ 120 ഡിഗ്രിക്കാരൻ ടൈഫോയിഡ് പിടിച്ചവനെ ഇങ്ങനെ ആക്കരുത്. ഹാർട്ട് അറ്റാക്ക് ഒരറ്റാക്കും വരില്ല, ഇയാൾ ചുമ്മാ വരട്ടാതെ. അയ്യോ പൊളിഞ്ഞു, ഇറ്റലി പോയി. അയ്യോ ഇപ്പൊ മനസ്സിലായി ഇത് അറ്റാക്ക് അല്ല അറ്റാച്ച്മെന്റ് ആണെന്ന്. അളിയനതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നു. ഒരു പെണ്ണിനെയും തപ്പിയെടുത്ത് കമ്പിളിപ്പതപ്പിനകത്ത് ചുരുണ്ടുകൂടുന്നത് കൊടൈക്കനാലിലൊരു സുഖം തന്നെയാണ്. ആട്ടെ, ഏതായി പീസ്? കെട്ടാൻ പോകുന്ന പെണ്ണാ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. ആയിക്കോട്ടെ. അന്നയും ചാൾസിനെയും തപ്പിത്തരാന്നും പറഞ്ഞ് ഞങ്ങളെടുത്ത് അഡ്വാൻസും വായിച്ച് ഇവിടെ കമ്പിളിക്കടിയും മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നത് വെറുകേടാണ്. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ഇന്നലെ അവന്മാരുടെ വീട് തപ്പിയെടുത്തു. ഡോബിക്കാനെ കരികില്ല, പക്ഷെ അവന്മാരവിടെ ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഉറക്കം വിളിച്ചിട്ടാണെങ്കിലും അവരെ പൊക്കും. എന്താ നിങ്ങളും വരുന്നോ? ഇല്ല, ഇവിടെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നാളെ ഞങ്ങൾ കൂടിക്കോളാം. ഞങ്ങള് വരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്നാ മതി, സംഗതി നടത്തി തരാം. പക്ഷെ കാശിന്റെ കാര്യം ഓക്കെ ആണല്ലോ? അതിലെന്താ എത്ര സംശയം? നെറിയടമാർക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ. അതേ പാടുള്ളൂ. ഒരുപാട് അച്ഛന്മാരായാലും സെമിനാരി സെമിനാരി ഇല്ല, മഠത്തില് ആ ആൻസി മാതാവ് ഭയങ്കര കള്ളിയാ. മഠത്തില് 12ാം നമ്പർ മുറിയിൽ അന്നയുണ്ട്. നിങ്ങൾ പറയുന്ന സത്യമാണ്. ഈ ശോഭരായനെ കുറിച്ച് എന്ത് വിചാരിച്ചു? ശോഭരാജ് ഭയങ്കര കള്ളനാ. പക്ഷെ ചാൾസ് അവനോട് പറഞ്ഞു ചാൾസാണ് ഭയങ്കര പ്രശ്നക്കാരൻ. ആണോ? അന്നയെ കിട്ടിയാ പിന്നെ അവന്മാരെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അയ്യോ, എന്താ ഇത്? എന്തിന്? എടോ ശുംഭ, താൻ എന്റെ ദൈവമല്ലേ. ഇനി സമയം കളയണ്ട, വേഗം പോകാം. ബോസിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ പണം ഉറപ്പ്. Come on, follow me. പോയോ? പോയി. ആ, എടോ താൻ എന്ത് പണിയെ കാണിച്ച്? എങ്ങനുണ്ട്? എടോ അവര് ചെന്ന കന്യാസ്വാമിനെ പൊക്കൂല്ലേ? പൊക്കിക്കൊണ്ട് പോട്ടേന്ന്. തൽക്കാലം നമ്മുടെ തലേന്ന് ഒഴിഞ്ഞല്ലോ. ഇത്രയും മണ്ടന്മാരായ ഗുണ്ടകളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. യവന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ ബോസിനെ യാത്രയാക്കാൻ വരുന്നില്ലേ? പിന്നെ ഞാൻ വരണോ? 12ാം നമ്പർ റൂമിൽ അന്നയാണ്. നമ്മൾ എങ്ങനെ തിരിച്ചറിയും ബോസ്? ഛേ, ബോസ് അന്ന് അവളുടെ ഫോട്ടോ തന്നതാ, അത് മിസ്സാവുകയും ചെയ്തു. അവളുടെ മുഖത്ത് ഓർമ്മ വരുന്നതേ ഇല്ലല്ലോ. ലീഡറാക്കാൻ പറ്റിയ ആള് തന്നെ. കുഴപ്പമില്ലെന്ന് ചുംബം പറഞ്ഞില്ലേ 12ാം നമ്പർ റൂമിൽ അന്നയുണ്ടെന്ന്. മഠത്തിൽ ആരോടെങ്കിലും ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് അവളെ പൊക്കാവുന്നു. അതേന്നേ, വെറുതെ സംശയം ചോദിച്ച് മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാതെ. അളിയോ, പറഞ്ഞത് സത്യം തന്നെയല്ലേ? അളയൻ സത്യമേ പറയൂ, പ്രത്യേകിച്ച് മണ്ടന്മാരോട്. ധൈര്യമായിട്ട് പൊക്കോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാണാം. ജയ് ജിഞ്ചോ. ഓപ്പറേഷനോ? ആർക്കാസുഖം? ആശുപത്രി പോകണോ? ആണോ? അന്ന കിഡ്നാപ്പിംഗ് ഓപ്പറേഷൻ. പുരിഞ്ചതാ? ടാറ്റാ. ബിർള പോയി ബിർളിക്കൊണ്ട് വാ. ഇതേതാ അടുത്ത കുരിശ്? ചാൾസേ, മാത്രല്ലേ ഇവർക്ക് വീട് ആര് പറഞ്ഞു കൊടുത്തു? നമ്മളെ കാണണ്ട. നിൽക്കാനൊരു കാര്യം പറയട്ടെ. ചാൾസേ, വീട്ടിൽ കയറി കഥ അടക്കാം. ഇവര് പള്ളിയിൽ പോട്ടെ. ദേ, അകത്ത് കയറരുത്. എന്താ പ്രശ്നം? വീട്ടിൽ അന്ന അന്ന വീട്ടിൽ നമുക്ക് ഇത് വിളിച്ചാ അയ്യോ, ഓടാനും കഴിയൂലേ. ഓടിക്കോ, അവർക്ക് പേളിരിക്കുക. കടിച്ച കുത്തി വെക്കാൻ എനിക്ക് പുക്കളില്ല. അയ്യോ, എന്നെ ഓടിച്ചേക്കാണ്. ഉമ്മാക്ക് നേരത്തെ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, വീടിനൊരു വരം വന്നെങ്കിൽ എനിക്ക് വയ്യ. ഓ, ഇനി എനിക്ക് കഴിയേല. സോമാരൻ അങ്ങോട്ട് ഓടിപ്പോയോ? എന്റെ ഈശോ. മാതാവ് പോയി. ആ തള്ളപ്പിശേഷം അവിടുന്ന്. അയ്യോ, നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വന്നതല്ല ഞാൻ. പിന്നെ എന്തിനാ പേപ്പറ്റിയിട്ട് ഓടിക്കുന്ന പോലെ ഞങ്ങളെ ഓടിച്ചത്? ഞാൻ ഓടിച്ചതല്ലല്ലോ, ഓടിയതല്ലേ. എനിക്ക് നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇത് ഞങ്ങളുടെ വീടല്ല, ഞങ്ങളുടെ സബർജില്ലി പറിക്കാൻ വന്നതാ. ആഹാ, എന്നാ ശരി, അങ്ങനെ ആട്ടെ. പക്ഷെ രാവിലെ മഠത്തിലെ വാച്ചർ തോമയാണ് നിങ്ങൾ അന്നയുമായിട്ട് ഈ വീട്ടിൽ താമസം തുടങ്ങിയ കാര്യം എന്നോട് പറഞ്ഞത്. അപ്പൊ ഏത് തോമ എന്ത് തോമ? ഞങ്ങൾ ഇപ്പഴാ ഇങ്ങോട്ട് വന്നത്. അന്നയെ വേളാങ്കണ്ണി മാതാവാണ്. ഞങ്ങൾ അന്നയെ കണ്ടിട്ടില്ല മാതാവേ. കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷെ അവൾ ഇവിടെ ഉണ്ടെങ്കിലേ ദയവ് ചെയ്ത് അവളെ വെളിയിൽ കാണിക്കരുതെന്ന് പറയാനാണ് ഞാൻ ഇപ്പൊ വന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിയാൻ കഴിഞ്ഞത് തന്നെ അന്നയുടെ ഭാഗ്യമാണ്. എന്റെ പൊന്നു ചാൾസേ, നീ അവളെ തട്ടിക്കൊണ്ടുപോയി അറിഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. പോലീസിനെ വിട്ട് നിന്നെ പിടിപ്പിക്കാൻ വരെ ഞാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ കാല് പിടിക്കുക. എന്റെ അന്നെ നീ രക്ഷിക്കണേ. മദർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ എനിക്കൊന്ന് മനസ്സിലായി. ഈ മാതാവ് പോലീസിനെ ചട്ടം കെട്ടിട്ടാണ് വരുന്നത്. ആ കാക്കി ചേട്ടൻ വരെ എത്തുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഒരിക്കലും ധരിക്കരുതേ. കർത്താവിനാണ് സത്യം. ഐഡിയ ഉണ്ട്. Come on, follow me. ഓക്കെ.
എവിടെ നിന്ന് കിട്ടിയടാ ഈ കോപ്പിലെ ജീപ്പ്? എല്ലാ ഡിക്റ്റേറ്റീവുമാരുടെ ജീപ്പും ഇങ്ങനെ സ്റ്റാർട്ട് ആകാൻ പാടാ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്ക. കൊടൈക്കനാൽ ഡിക്റ്റേറ്റീവ് മിസ്റ്റർ വീരപ്പന്റെ ജീപ്പായത്. എടാ ഹെൻറി, ദേ എന്റെ മോള്. കർത്താവ്, എന്റെ മോള് ഇവരെ കൊണ്ടുവന്നു. ഇതേതാ എനിക്കറിയാത്ത ഗ്രൂപ്പാണല്ലോ. നിനക്ക് ഏതൊക്കെ ഗ്രൂപ്പ് അറിയാടാ? വണ്ടി എടുക്കണം സെണ്ടി. വണ്ടി നമ്പർ നോട്ട് ചെയ്തോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വണ്ടി എടുക്കണം മുമ്പോട്ട്. വാഹനം കണ്ടാൽ തിരിച്ചറിയാമോ? ഒരു വെളുത്ത സുമോ വാനാന്നാ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞത്. നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. രജിസ്ട്രേഷൻ നമ്പർ പോലും അറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ രജിസ്ട്രേഷൻ അറിയാം. എന്തൊരു കീറ്റിലേത്? ഇത് റെസ്റ്റോറന്റ് വേണേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. എങ്ങനുണ്ട് എന്റെ ബുദ്ധി? അളിയന്മാരോട് എങ്ങനെ നന്ദി പറയണം ഞങ്ങൾക്ക് അറിയില്ല. നന്ദി വേണ്ട, പണം മതി അളിയന്മാര്. കിട്ടുന്നതിൽ 50-50 തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതിങ്ങെടുക്ക്. ഞങ്ങൾ ബോസിന്റെ അടുത്ത് പോയില്ല ശുംഭ. പോയാലുടൻ പൈസ മേടിച്ച് പകുതി ഇവിടെ കൊണ്ടുതരും. പോരെ? നിങ്ങൾ ഇത്രയും വലിയ മഹാമനസ്കരാന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അയ്യോ, ഞങ്ങളോ? നിങ്ങൾ കാരണമല്ലേ ഈ അന്നക്കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. വെരി താങ്ക്സ്. സന്തോഷായി. മതി 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 മതി. ഇതെന്താ ഇതേതോ ദിനോസറസ് ഏറി പിടിച്ച പോലെ. ദിനോസറസ് അല്ലടാ, ഇത് നെറുകേടന്മാരാ. നെറുകേട് കാണിച്ച വെച്ചേക്കിലൊന്നിന്. ചാൾസും ശോഭരാജ് ഇപ്പൊ എവിടെ ഉണ്ട് അളിയാ? നമ്മുടെ കയ്യിൽ. അയ്യോ സിസ്റ്റർ പോലെ ഒരു കാര്യം പറയണ്ടേ? ഇവന്മാരെ ഞങ്ങൾ ഇപ്പൊ ഒതുക്കും. അളിയൻ പാറയാണോ തരുന്നത്?